അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളോട് പറയാൻ പോണത് എൻ്റെ അടുത്തുള്ള അഗ്ലോണിമ ചട്ടിയിൽ തൈകൾ വീണ്ടും വരാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങളാട്ടോ. എനിക്ക് കുറച്ച് അഗ്ലോണിമയേ ഉള്ളൂ. അപ്പോൾ അത് ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാനല്ലേ രസം. പക്ഷേ ഇത് ഇലകൾ പുതിയ ഇലകൾ ഇങ്ങനെ വരികയല്ലാതെ തൈകൾ എത്രയായിട്ടും ഇന്ന് വരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ സ്റ്റെമ്മ് അടിയിൽ വെച്ചാണ് മുറിച്ചു കൊടുത്തു. എന്നിട്ട് കേടുവന്ന് നമ്മൾ കളയുന്ന ഇലകളുണ്ടല്ലോ, അതിലൊക്കെ വേരുകളുണ്ട്. അപ്പം ഞാനത് മുറിച്ചിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ കുഴിച്ചിടുക ചെയ്ത്. ഇത് കണ്ടില്ലേ ഇതിൻ്റെ വേര്. ഇപ്പം അത് അപ്പുറം ഇപ്പുറമൊക്കെ മുള വന്നിട്ടുണ്ട്. ഇതും അങ്ങനെ ചെയ്തതാണ്. ഇതിനും മുള വന്നിട്ടുണ്ട്. അഗ്ലോണിമ എപ്പോഴും ചട്ടി നിറയെ തിങ്ങി നിറഞ്ഞ് കാണുമ്പോഴാണ് അതിൻ്റെ രസം. പിന്നെ ഇതൊക്കെ വലുതാകുമ്പോൾ ഈ ചട്ടിയിൽ നിറച്ചുണ്ടാവും. ഇത് നല്ല കരുത്തുള്ളൊരു ചെടിയായിരുന്നു കേട്ടോ. നിറയെ ഇലകളുണ്ടായിരുന്നു. അതുകൊണ്ടാണിത് ഞാൻ മുറിച്ചിട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഇതിന് വേരൊക്കെ വന്ന് പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങി. ഈ മുറിച്ച തണ്ടുമ്മേ പുതിയ തൈകൾ അപ്പുറം ഇപ്പുറമൊക്കെ വരാൻ തുടങ്ങി. ഇത് മുറിച്ച് കളയുമ്പോൾ നമ്മളതിന്മേൽ സാഫ് തേക്കണം കേട്ടോ. ഈ പുതിയ തണ്ട് കുഴിച്ചിടുമ്പോൾ അതിന്മേലും ഈ മുറിച്ച് മാറ്റിയ തണ്ടുമ്മലൊക്കെ നമ്മൾ സാഫ് തേക്കണം. എന്നാൽ അത് ചീഞ്ഞ് പോവാതെ നമുക്ക് നല്ലോണം കരുത്തുള്ള തൈകളായിട്ട് കിട്ടിക്കോളും. ഞാനിതിന് പച്ച ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഒക്കെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇനി ഇത് വേറെ തൈയും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് ഇലകളൊക്കെ വരുന്ന ടൈപ്പാണ്. കണ്ടില്ലേ, ഒരു ഇല വന്നു, രണ്ടാമത്തെ ഇല തൂമ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെയാണ്, അത് കോഴികൾ കുത്തിയതാണ് കേട്ടോ. ഇത് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ തൈകളാണ്. ഇതും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിറയെ മുളകൾ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ തൈകൾ കുറേ വന്നിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈകൾ വരുന്നില്ല, അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണ്ടേ, എന്തായാലും പുതിയ തൈകൾ വരും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.